ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെടികളെ പറ്റി സംസാരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് മിക്കവരും എല്ലാവരുടെയും വീട്ടിൽ ചെടികൾ നമ്മൾ കൂടുതൽ ഇപ്പോൾ കളക്ട് ചെയ്ത് തുടങ്ങിയേക്കാണ്. ഇപ്പം ഇൻഡോർ പ്ലാന്റ്സ് ആയാലും അല്ലെങ്കിൽ പിന്നെന്താണ് ഔട്ട്ഡോർ ആയാലും മാക്സിമം നമ്മളിപ്പം ഒന്നെങ്കിൽ നേഴ്സറിയിൽ നിന്നൊക്കെ പോയി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഇപ്പം നിനക്ക് മോഷ്ടിക്കുകയോ മോഷ്ടിച്ച കാര്യം പറയാനാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അത് ഒരു വട്ടം ഞാൻ മോഷ്ടിച്ചു. അങ്ങനെ ഞാൻ മോഷ്ടാവല്ല, ഞാൻ ആക്ച്വലി മോഷ്ടിക്കാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ അവരുടെ വീട്ടിൽ വിളിച്ചു ചോദിച്ചു അവിടെ ആരെങ്കിലും ഉണ്ടോ, കരിഞ്ചെടി വേണമായിരുന്നു, ഒരു ചെടി അവരുടെ വീട്ടിലുള്ള ചെടി വേണമായിരുന്നു. സോ ചോദിച്ചപ്പം അവിടെ ആരും പുറത്തൊന്നും കണ്ടില്ല. ആ ചെടിയാണെങ്കിൽ അവരുടെ റോഡിന് ചേർന്നുള്ള മതിലിന് മേളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ജസ്റ്റ് കയ്യെത്തി പിച്ചാവുന്നതേ ഉള്ളൂ. ബട്ട് നമ്മുടെ ഒരു മര്യാദ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ചോദിച്ചിട്ട്, അല്ല അത് ശരിയല്ലല്ലോ. പിന്നെ എൻ്റെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കാം, അങ്ങനെ പോയി ചോദിക്കാൻ വേണ്ടി വിളിച്ചവരെ അവരുടെ വീട്ടിൽ പോയി ബെല്ല് അടിച്ചില്ല, അല്ലാതെ ഞാൻ വിളിച്ചു. കാരണം ഡോറൊക്കെ തുറന്ന് നടക്കുമായിരുന്നു. അപ്പോൾ അടുത്തൊക്കെ കാണുമല്ലോ എന്ന് വെച്ചിട്ട് ഉച്ച സമയം കണ്ട് ഉറങ്ങുവാണെങ്കിൽ എന്തിനാ വെറുതെ ബെല്ലടിച്ച് ശല്യപ്പെടുത്തുന്നത്. സോ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആരും പുറത്തു വന്നില്ല. എനിക്കാണെങ്കിൽ ആ ചെടി കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്ത് എനിക്ക് വേണമെന്ന് നിർബന്ധമായി. അപ്പം ഞാനിങ്ങനെ അച്ഛൻ പറഞ്ഞു വേണ്ട, അല്ലാതെ പിച്ചുന്നത് ശരിയല്ല. പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നത് എന്താണ്, മതിലിന് മേളിൽ ഇരിക്കുന്നത് എനിക്ക് കയ്യെത്തി പിച്ചാവുന്നതേ ഉള്ളൂ. പിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആരും അറിയത്തില്ല. ഇപ്പോൾ പറയാനാണെങ്കിൽ നമ്മൾ ചോദിച്ചു അവരുടെ അടുത്ത്, ചോദിച്ചിട്ട് അവരില്ലാഞ്ഞിട്ടാണ് നമ്മൾ അവരോട് ചോദിക്കാതെ പിച്ചാനായിട്ട് പോകുന്നത്. അങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അപ്പോൾ അച്ഛനിങ്ങനെ മുമ്പോട്ട്, അച്ഛൻ കണ്ട് ഞാൻ വഴക്ക് പറയും. ഞാൻ ഇങ്ങനെ അവൾ ചോദിക്കാൻ അവൾ ലഭിച്ചാൻ പോകുന്നത് എന്ന് കണ്ട് ഞാൻ വഴക്ക് പറയും. അതുകൊണ്ട് ഞാനിങ്ങനെ അച്ഛനിങ്ങനെ മുമ്പേ നടന്നു. ഞാനിങ്ങനെ പതുങ്ങി നിന്നിട്ട് ഞാനത് പിച്ചിട്ട് അത് വരുന്നില്ല. അപ്പോഴത്തേക്ക് അച്ഛൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഞാനിരുന്ന ആ ചെടിയായിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യോ, അച്ഛൻ എന്നെ പറയാത്തൊന്നുമില്ല, നീ എന്തോ കാണിക്കുന്നത്, മോഷ്ടിക്കുവാണോ ശരിയല്ല, തെറ്റാണ്, അങ്ങനെയാണ്. അപ്പം അച്ഛൻ ഞാൻ വിളിച്ചില്ല, ശരിയല്ല. പക്ഷേ അച്ഛൻ വേണ്ട, വീട് ആ ചെടി പിടിക്കണ്ട, പിച്ചണ്ട, വേണ്ട, നമുക്ക് വേണ്ട, വേറെ ഒപ്പിക്കാം. പക്ഷെ എന്നാലും എന്തോ എൻ്റെ മനസ്സ് പറയുന്നത് പിച്ചിക്കൊണ്ട് തന്നെ പോവാം. അങ്ങനെ ഞാൻ എന്താണ് പിച്ചി എൻ്റെ പൊന്നെ വീട് വരെ എനിക്ക് അച്ഛൻ്റെ വഴക്ക് കിട്ടും. എന്തിനാ പിച്ചിയെ ചോദിക്കാതെ പിച്ചാൻ പറ്റുമോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരെന്തോ വിചാരിക്കും, അവിടെ നിന്ന് വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും, അവർ കൊച്ച് മോഷ്ടിച്ചു, അവരുടെ വീട്ടിൽ ക്യാമറ ഉണ്ടെങ്കിൽ അതിനകത്ത് വന്ന് കാണത്തില്ലേ, അപ്പോൾ അവർ വിചാരിക്കത്തില്ലേ മോഷ്ടിച്ച കൊച്ചൊന്നും, വണ്ടി ശബ്ദം പടവട മോഷ്ടിച്ച കൊച്ച് എന്നൊക്കെ വിചാരിക്കത്തില്ലേ. സോ എന്താണ് അങ്ങനെയാണ് കുറേ സംഭവം. അപ്പോൾ എന്താണ് നമ്മൾ മാക്സിമം വീട്ടിൽ ചെടിയൊക്കെ മാക്സിമം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ അങ്ങനെയാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ ഒരുപാട് ചെടിയൊന്നും ആയിട്ടില്ലെങ്കിലും ഞാനിങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ എന്നിട്ട് ചില ഞാൻ വാങ്ങിക്കുകയും ചെയ്തായിരുന്നു. ഇന്ന് ആക്ച്വലി വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു സംഭവമല്ല, ഒരു ചെടി, കുറച്ച് ചെടികളുടെ സീഡ്സ് ഞാനിങ്ങനെ ഓൺലൈൻ മേടിച്ചു. സോ ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് വീഡിയോ എടുത്തിട്ട് അത് കിളിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇത് ഒരു സ്പോൺസേർഡ് വീഡിയോ അല്ല കേട്ടോ. സ്വന്തം പൈസ കൊണ്ട് ഞാൻ കുറച്ച് സീഡ്സ് വാങ്ങിച്ചതാണ്. ആരും ചുമ്മാ തന്നതൊന്നുമല്ല, സ്വന്തമായി മേടിച്ച സാധനമാണ്. എനിക്ക് സീഡ്സിനൂടെ വെള്ളമായിട്ടാണ് വേണമായിരുന്നു. അപ്പോൾ അതെല്ലാം മേടിച്ച സാധനം ഒരു അൺബോക്സിങ് ഉൾപ്പെടെയുള്ള വീഡിയോ ആണ് ഇത്. സോ നമുക്ക് ഇതാണ് പാക്കറ്റ്. ഓക്കെ, എനിക്ക് പോസ്റ്റിലാണ് കിട്ടിയത്. സോ നമുക്കിത് അൺബോക്സ് ചെയ്താലോ, പൊട്ടിച്ച് നമുക്ക് എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെ സീഡ്സാണ്, എങ്ങനെയൊക്കെയാണ് പാക്കേജിങ് ഒക്കെ കാണാം. ഇവരുടെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ കൂടുതൽ കഥ ഒന്നും പറഞ്ഞിരിക്കുന്നില്ല, തുടങ്ങാം. പെർലൈറ്റ് കുറച്ചുള്ളൂ. ഇങ്ങനെ കവർ വെച്ചിട്ടുണ്ടായിരിക്കുന്നതായിരിക്കാം, പക്ഷേ കവർ നിറങ്ങിയിരിക്കും. സോ ഇതാണ്
നമ്മുടെ സീഡ്സ് കുറച്ചധികം ഉണ്ട്. ഞാൻ 20 സീഡ്സ് ആണ് ഞാൻ ഓർഡർ ചെയ്തല്ല ഞാൻ എടുത്തത്. കുറേ ഫ്ലവേഴ്സിൻ്റെ ആണ്. അതിൻ്റെ കൂടെ എനിക്ക് 20 സീഡ്സ് എടുത്തുകൊണ്ട് 2 സീഡ്സ് എങ്ങാണ്ട് 2 എത്രയോ സീഡ്സ് എക്സ്ട്രാ ഉണ്ട് ഫ്രീ കിട്ടിയിട്ടുള്ളത്. സോ ഇതിൻ്റെ ഉണ്ട് നമ്മൾ സാമ്പാർ കുക്കുംബർ. എനിക്കിത് ഞാൻ വാങ്ങിച്ചതല്ല, എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇത് ഞാൻ വാങ്ങിച്ചതല്ല, എനിക്ക് ഫ്രീ ആയിട്ട് അവർ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. സാമ്പാർ കുക്ക് ഇതിനൊക്കെ അവർ പേര് ചെയ്തിട്ടുണ്ട് കേട്ടോ, സീഡ്സിൻ്റെയൊക്കെ പേര്. സോ നമുക്ക് ഏതൊക്കെയാണെന്നറിയാമല്ലോ. ഇത് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ട്. സൺഫ്ലവർ മിനിയേച്ചർ. ഓക്കെ, അങ്ങനെ കുറച്ച് അധികം സീഡ്സ് ഉണ്ട്. സോ നമുക്കിത് എങ്ങനെ പ്ലാന്റ് ചെയ്താലോ? എല്ലാത്തിൻ്റെയും പേര് ഇതിന് പക്ഷെ അവരുടെ ഇതൊന്നും ഇല്ല, ജസ്റ്റ് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ, മേളിൽ മാത്രം. ബാക്കി എല്ലാത്തും ഇത് റീച്ച് യുവർ ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. അങ്ങനെ നമുക്ക് ഇതൊക്കെ പ്ലാൻ ചെയ്യാം. ഓക്കെ, ബാ. സോ ഇതാണ് എൻ്റെ പോട്ടിംഗ് മിക്സ്ചർ. ഇതിപ്പം കൊക്കോപീറ്റ് ഉണ്ട്, നമ്മുടെ കുറച്ച് കമ്പോസ്റ്റ്, നമ്മുടെ വെജിറ്റബിൾ എല്ലാം വെച്ചിട്ട് അത് ഇതാവുമല്ലോ, കമ്പോസ്റ്റ് പരുവത്തിലാവുമല്ലോ അത്. പിന്നെ കുറച്ച് മണ്ണ്, ഗാർഡൻ സോയിൽ, നമ്മുടെ പരിസരത്തുള്ള മണ്ണ്. ഓക്കെ, സോ അതിലൂടെ ഞാൻ മിക്സ് ചെയ്തേക്കാണ്. ഇത് കണ്ടോ, ഈ ഒരു പരുവായിരിക്കും. സോ അതൊക്കെ ഈ 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 3 കാര്യങ്ങളാണ് നമ്മൾ ഇതാണ്ട് ഇങ്ങനത്തെ ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തിട്ട് ഈ ഗ്ലാസ്സിലാണ് നമ്മൾ നിറച്ചിട്ട് സീഡ്സ് ഇടും. പിന്നെ നമ്മളിപ്പോൾ എന്താണ്ട് സീഡ്സിൻ്റെ പേര് കണ്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് ഈ ഗ്ലാസ്സിലേക്ക് എഴുതാൻ മറക്കരുത്. കാര്യം ഇത് കിളിച്ച് വന്ന് പൂവെന്നല്ല അറിയത്തുള്ളൂ നമ്മൾ ഏത് പ്ലാന്റാണ് ഈ ചെടിയാണെന്ന്. അപ്പോൾ അത്രയും നാൾ നമ്മൾ തിരിച്ചറിയാതെ പോരുതല്ലോ. സോ ഇങ്ങനെ പേരെഴുതണം. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ ഓരോ ഗ്ലാസ്സിലേക്ക് നിറച്ചാലോ? ഗ്ലാസ്സിലേക്ക് നിറയ്ക്കാം. ചിരട്ട. പിന്നെ ഇതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തൊരു കാര്യമുണ്ട്. അതായത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതായത് ഈ ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ അടിയിൽ ഹോൾസ് ഇടണം. ഹോൾസ് ഇട്ടാലല്ലേ ഡ്രെയിനേജ് നടക്കത്തുള്ളൂ. അല്ലെ പിന്നെ വെള്ളം കെട്ടിക്കിടന്ന് നമ്മുടെ സീഡ്സ് അതങ്ങ് ചീത്തയായി പോകും. സോ നല്ല രീതിയിൽ വെള്ളം പോകണം. അതുകൊണ്ട് ഈ ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ അടിയിൽ ഹോൾസ് ഇടണം. പിന്നെ ഇതിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ണിട്ടിട്ട് അതൊന്ന് അങ്ങനെ താഴേക്ക് ഇങ്ങനെ അമർത്തി കൊടുക്കണം നമ്മുടെ കൈ കൊണ്ട് തന്നെ. അല്ലെ പിന്നെ എന്താണ്, അതിങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞിരിക്കത്തില്ലേ. നമ്മുടെ സീഡ്സിന് ഒരു കൃത്യമായിട്ട് ഒരു നല്ലൊരു ഫ്ലാറ്റ് ഒരു സ്ഥലം വേണ്ടേ. സ്കൈ ഉണ്ടെങ്കിൽ നെക്കി കൊടുത്താൽ മതി. സോ എൻ്റെ ഓക്കെ. സോ ഞാൻ എല്ലാത്തിനകത്തും മണ്ണൊക്കെ നിറച്ചിട്ട് കണ്ട ഇപ്പോൾ ആ പേരിനനുസരിച്ചുള്ള ഇതിൻ്റെ മേളിൽ ഗ്ലാസ്സിനകത്ത് പേര് എഴുതിയല്ലോ. സോ അതിൻ്റെ അടുത്ത് തന്നെയാണ് ആ സീഡ്സ് വെച്ചേക്കുന്നത്. സോ നമുക്കിനി ഓരോ സീഡ്സ് ഇതിലേക്ക് ഇട്ടാലോ? സോ ഇത് വന്നിട്ടൊരു പേപ്പർ പാക്കേജിലാണ്. സോ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത് കീറിങ്ങെടുക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഒരു പ്ലാസ്റ്റിക് കവറിനകത്താണ് സീഡ്സ് ഉള്ളത്. അല്ലേ, കുറച്ച് സീഡ്സേ ഉള്ളൂ, കിളിക്കുമായിരിക്കും. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് കയ്യിലിട്ടിട്ട് ഡയറക്റ്റായിട്ട് അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് എനിക്ക് ആദ്യത്തത് അബദ്ധം പറ്റിപ്പോയതാണ്. നമ്മളിങ്ങനെ എടുത്തിട്ട് വിതറി കൊടുക്കണേ. ഇപ്പോൾ കാണാൻ പറ്റും ഇത് സീഡ്സ്. ഇതും ഞാൻ ശരിയല്ല, ബട്ട് അങ്ങനെ നിങ്ങൾ ഇടരുത്, വിതറി കൊടുത്താൽ മതി. സോ ഇതാണ്ട് ഞാൻ ആ സീഡ്സ് അതിനകത്തിട്ട് അതിനകത്ത് ജസ്റ്റ് ഒരു തിൻ ലെയർ അതിന് മേലുള്ള മണ്ണ് വെച്ചിട്ടുണ്ട്. ഒരു തിൻ ലെയർ പൊട്ടി മണ്ണ് വരട്ടെ. ഓക്കെ, സോ ഇത് കണക്ക് നമുക്ക് എല്ലാം ചെയ്താലോ? സോ അങ്ങനെ നമ്മുടെ പ്ലാൻ വിത്ത് മീ വീഡിയോ തീർക്കുകയാണ്. ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് അയ്യോ ഒരു കാര്യം പറഞ്ഞോ, വെള്ളം ഒഴിക്കണം കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, ഇനി ഒഴിക്കണം. ഓക്കെ, സോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാനിരുന്നതുകൊണ്ട് പിന്നെ വെള്ളം ഒഴിക്കുന്നത് കാണിക്കുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ വെള്ളം ഒഴിക്കാൻ മറക്കരുത്. വെള്ളം നമുക്ക് അത്യാവശ്യമാണ് സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി.
സോ ഇതിൻ്റെ ഓരോ അപ്ഡേറ്റ്സ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കൊടുക്കുന്നതായിരിക്കും. സോ ഇതിന് ക്ലിച്ച് വരുന്നതൊക്കെ ഓരോ എല്ലാ ദിവസവും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ അത് കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യണം. ഇൻസ്റ്റഗ്രാമിൻ്റെ സംഭവം ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം. ഇതിൽ ഓരോ ദിവസത്തെ സ്റ്റോറി ഞാൻ സ്റ്റോറിയായിട്ടും എൻ്റെ ഹൈലൈറ്റ്സ് ഇട്ട് ഇട്ടേക്കാം. സോ എന്താണ്, ഞാൻ ഒരുപാട് വട്ടം സോ പറയുന്നു, അതിങ്ങനെ ആ ഒരു ഫ്ലോയിൽ വന്നു പോകുന്നതാണ്. എന്താ ചെയ്യേണ്ടത്? ഇനി ഞാൻ മാക്സിമം ഓർത്ത് സോ പറയാതിരിക്കാൻ നോക്കാം. ഓക്കെ, അങ്ങനെ ഇത് ജെർമിനേറ്റ് ചെയ്യുമോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റ് ആ ഫ്ലവർ, ഇത് കൂടുതൽ ഫ്ലവേഴ്സാണ് കേട്ടോ. ഇത് സാമ്പാർ, കുക്കുംബർ തന്നെ എക്സ്ട്രാ കിട്ടിയ സീഡ്, അത് വെജിറ്റബിൾ, ബാക്കിയെല്ലാം മിക്കതും ഫ്ലവേഴ്സാണ്. എനിക്ക് പ്രത്യേകം എൻ്റെ പേരൊന്നും അറിഞ്ഞൂടാ. ഫോട്ടോ കണ്ടപ്പം നല്ലൊരു അടുപ്പിൽ ഫ്ലവർ കൊള്ളാം. സോ ഞാൻ അങ്ങനെ വാങ്ങിച്ചു കേട്ടോ, അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ എന്താണ്, ഇത് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം. ഒത്തിരി ഡയറക്റ്റ് സൺലൈറ്റ് കൊടുക്കണ്ട, ഒരു പാർഷ്യൽ സൺ. ഇപ്പം നമുക്ക് ഒരു അകത്ത് ചെറുതായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് കൊടുക്കാതെ ഒരു ഷെയ്ഡി സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ചാൽ മതി. എന്താണ്, ദിവസം വന്ന് വെള്ളം ഒഴിക്കുകയും നോക്കിയൊക്കെ ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ചെടി വളരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതിനങ്ങ് തന്നെ വളർന്നോളും എന്നങ്ങ് ഇട്ടുകളയരുത്. പിന്നെന്താണ്, അപ്പോൾ ഇത്രേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, പിന്നെ ബെൽ. ഓക്കെ, ഇത് നല്ല രീതിയിൽ കിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് പാർട്ട് 1. ഓക്കെ, നമ്മൾ ചെടി എങ്ങനെ നടന്നത്, ഞാൻ നട്ട എങ്ങനെയാണെന്നോ ഒക്കെ കാണിക്കുന്നതാണ് പാർട്ട് 1. പാർട്ട് 2 നമ്മൾ ചെടി കിളിച്ചിട്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആവുമല്ലോ. എന്ന് വെച്ചാൽ ഞാൻ നട്ടൊരു ചെടി, അത് കിളിച്ചിത്രയായി, അത് പൂ വന്നു, അതൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. സത്യം നല്ല സന്തോഷമായിരിക്കും. സോ അതായിരിക്കും എൻ്റെ പാർട്ട് 2 വീഡിയോ. സോ പാർട്ട് 1 എൻ്റെ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ബൈ. എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇതിൻ്റെ ദിവസമുള്ള അതിൻ്റെ ഓരോ വളർച്ച കാണാമല്ലോ, വളർച്ച കാണാൻ വേണ്ടി ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. പിന്നെന്താണ്, അത്രേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.